ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് കപ്പിൾ എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ കണ്ട ന്യൂസ് എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തിൻ്റെ കണക്കുകൾ സർക്കാർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. സോ വയനാട് ദുരന്തം നമുക്കറിയാവുന്നതാണ്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നാണ്. ആ ദുരന്തങ്ങൾ വെച്ച് നമ്മൾ കണ്ടതാണ് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളും ഒരുപാട് സന്നദ്ധ സഹകരണ പ്രവർത്തകരും എല്ലാവരും വന്ന് വളരെ ഗംഭീരമായിട്ട് അതിനെ അതിജീവിച്ചു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ പുനരധിവാസ കാര്യങ്ങളിലേക്കും കടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ നാളായിട്ട് നമ്മൾ അതിൻ്റെ ന്യൂസുകളൊന്നും കേൾക്കുന്നില്ല. കാരണം എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം നമ്മൾ അതിൻ്റെ പുറകെ എല്ലാവരും പോയി. സോ വയനാട്ടിൽ എന്ത് നടന്നു, പൈസ കൊടുത്തവർ കൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് സർക്കാർ അവർ ചെലവാക്കിയ പൈസയുടെ പ്രൊജക്റ്റ് പ്ലാൻ സർക്കാർ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ കണക്കിലേക്കൊന്ന് കിടക്കാം. ആ കണക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കണക്കാണോ, നിങ്ങൾക്ക് ഇനിയും വിശ്വാസമുള്ള രീതിയിലാണോ ആ സർക്കാർ ഇപ്പോഴും നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളിൽ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കണക്കിലേക്ക് കിടക്കാം. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഇതിൻ്റെ താഴെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തരിക. ഓക്കെ, ഇതിൻ്റെ ആദ്യത്തെ ചെലവ് സർക്കാർ പറയുന്നത് മൃതദേഹ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മൃതദേഹം സംസ്കരിക്കാനായിട്ട് ഒരാൾക്ക് 75,000 രൂപയാണ് ചെലവാക്കി എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് 359 മൃതദേഹങ്ങൾ അവർ സംസ്കരിച്ചു. എല്ലാത്തിനോട് കൂടി 2.76 കോടി രൂപ മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ ചെലവഴിച്ചു എന്നാണ് സർക്കാർ പറയുന്നത്. സോ നമുക്കെല്ലാം അറിയാം, നമ്മളെ വീട്ടിലെല്ലാം സംസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ എന്ന് പറഞ്ഞാൽ 75,000 രൂപ ഒരാളുടെ പേരിൽ സംസ്കരിക്കാൻ ചിലവായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ സേവാഭാരതി, യൂത്ത് കോൺഗ്രസ്, അതുപോലെ DYFI, അങ്ങനെ ഒരുപാട് പ്രവർത്തകർ, അതുകൂടാതെ മറ്റ് സഹായങ്ങൾക്കായി വന്ന സംഘടനകൾ, ഇതിലെല്ലാം കൂടി ചേർന്നാണ്. അറിയാലോ, ആ മൃതദേഹങ്ങൾ എടുക്കാനും അതുപോലെ മറ്റേ പുഴയിൽ നിന്ന് എടുക്കാനും എല്ലാത്തിനും എടുത്ത് അവർ എല്ലാത്തിനും 100% അവരാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സംസ്കാരത്തിന് 75,000 രൂപ ചിലവാക്കി എന്ന് പറയുമ്പോൾ മേ ബി അതുപോലെ ഓരോരുത്തരും അവരുടെ മത ആചാരങ്ങളനുസരിച്ചാണ് നടത്തിയിട്ടുള്ളത്. സോ ഇതെല്ലാം കൂടെ 75,000 രൂപ ഒരാൾക്കായി എന്ന് സർക്കാർ പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്ക് ഇത്രാം തീയതി ഇന്ന ആൾക്കാർ ഇത്ര പേര് ഇത്ര അങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ കണക്ക് സർക്കാർ പുറത്തു വിടേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലായിട്ട് ഇതിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല. 75,000 രൂപ ചിലപ്പോൾ കുറയാം. മേ ബി സർക്കാരിനെ ആരെങ്കിലും പറ്റിച്ചതാകാം, അല്ലെ സർക്കാർ നമ്മളെ പറ്റിക്കുന്നതാവാം. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ കണക്ക് സർക്കാർ പറയുന്നത് വോളണ്ടിയേഴ്സിൻ്റെ യൂസർ കിറ്റ്. അതായത് നമ്മൾ കണ്ടായിരുന്നു റെയിൻകോട്ട്, കൊട, അവരുടെ ഷൂസ്, ഈ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സിനെയാണ്. സോ അതിന് ചിലവാക്കിയ പൈസ എന്ന് പറയുന്നത് 2.98 കോടി രൂപയാണ്. അതായത് നമ്മൾ ഇതിനകത്തൊരു ഉദാഹരണം, ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് സേവാഭാരതി ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഈ പറഞ്ഞ DYFI ആണെങ്കിലും മറ്റു അവരവരുടേതായ ഈ പറഞ്ഞ പോലെ കിറ്റും കൊണ്ടാണ് വന്നിരുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് അല്ല സർക്കാർ കൊടുത്ത സർക്കാരിൻ്റെ കിറ്റ് ഉപയോഗിച്ച് ആരും നിന്നിട്ടുണ്ടാകാം. പോലീസുകാർ വന്നായിരുന്നു, അവരൊക്കെ സർക്കാരിൻ്റെ കിറ്റ് ഉപയോഗിച്ചായിരിക്കാം നിന്നിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും 2.98 കോടി രൂപ ആ ഒരു റെയിൻകോട്ടിനും കൊടയ്ക്കും ഇതിനുമായി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൺബിലീവബിൾ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമുക്കറിയാം റെയിൻകോട്ടിൻ്റെയും ഒരു കൊടയുടെയും ഷൂവിൻ്റെ ഒക്കെ പൈസ നമുക്കറിയാവുന്നതാണ്. പിന്നെ മറ്റു ചിലവിൽ എന്തൊക്കെ വന്നാലും പോലും 2.98 കോടി രൂപ ചിലവാക്കി എന്ന് പറയുന്നത് എനിക്ക് അൺബിലീവബിളായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇതിൻ്റെ കണക്കും കൂടുതലായിട്ട് വരണം. ഇത്ര റെയിൻകോട്ട് വാങ്ങിച്ചു, ഇത്ര ഇത് വാങ്ങിച്ചു, അത് ഇന്ന ആൾക്കാർ യൂസ് ചെയ്തു, ഇത്ര ദിവസത്തേക്ക് യൂസ് ചെയ്തു, എല്ലാം വിശദീകരിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അതുപോലെ വോളണ്ടിയേഴ്സിൻ്റെ ഗതാഗതത്തിന് 4 കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹെലികോപ്റ്ററൊക്കെ വന്നു, ഇനി അതുകളോടെ ചേർത്തിട്ടാണോ പറയണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും അൺബിലീവബിൾ. 4 കോടി രൂപയ്ക്ക് എന്ത് ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ ചെയ്തത്? ആംബുലൻസിനാണെങ്കിൽ എല്ലാം ഇപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസ് അവർ ഓടിയിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ്. ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർ അവർ പറഞ്ഞ പോലെ എല്ലാം ഫ്രീ ആയിട്ട് കുറേ ഓടിയിട്ടുണ്ട്. സോ ഇതിനകത്തെല്ലാം കൂടെ ഒരു 4 കോടി രൂപയുടെ ഗതാഗതം എനിക്കറിയില്ല എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. സോ അടുത്ത് വന്നിരിക്കുന്ന അവരുടെ വോളണ്ടിയേഴ്സിനുള്ള ഭക്ഷണത്തിൻ്റെ ചിലവ് 10 കോടി രൂപയാണ്. 10 കോടി രൂപ. നിങ്ങളെല്ലാവരും ന്യൂസിനകത്ത് കേട്ടതാണ്. ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നടന്നു. അവിടെ ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ ഭക്ഷണം, അത് നല്ല ലാവിഷായിട്ടുള്ള ഭക്ഷണങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് പേര്, പിന്നെ ഷെഫ് പിള്ളയും കാര്യങ്ങളും, അവൻ ഒരുപാട് പേര് അവരായിട്ട് ഫുഡ് ഉണ്ടാക്കി 100-500 ബിരിയാണികളും കാര്യങ്ങളെല്ലാം കൊടുത്തു വിടുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കിയത് നമ്മുടെ സർക്കാർ തന്നെയാണ്. സർക്കാർ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരണ്ട. അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് നിങ്ങൾ കൊണ്ടുവരണ്ട, നമ്മൾ കൊടുത്തോളാം എന്ന് പറഞ്ഞ്
സർക്കാർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ബ്രെഡ് മാത്രമേ കിട്ടുള്ളൂ, പഴം മാത്രമേ കിട്ടുള്ളൂ, വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞ് നൂറുകണക്കിന് കംപ്ലൈൻറ്റ് എല്ലാം നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ്. സോ ഈ ഒരു ചിലവ് സത്യം പറഞ്ഞാൽ ഇത് ഇവർ ചിലവാക്കിയെന്ന് വെച്ചാൽ പോലും നമ്മൾ ഈ ചിലവ് ആവശ്യമില്ലാത്തതാണ്. കാരണം അല്ലാതെ തന്നെ അവിടെ ഭക്ഷണം വന്നുകൊണ്ടിരുന്നത് സർക്കാരിന് ഈ പൈസ വേണമെങ്കിൽ സേവ് ചെയ്ത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് അവർ തന്നെ മുൻകിട്ടിറങ്ങി ചിലവാക്കി എന്നവർ പറയുമ്പോൾ അതിൽ തീർത്തും അവിശ്വസനീയം മാത്രമേ എനിക്ക് പറയാവുള്ളൂ. കാര്യം ഇതിനകത്ത് ഒരുപാട് പേര് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു, അവർ ഭക്ഷണം കഴിച്ചതെല്ലാം അവിടെ നിന്നാണ്. സർക്കാർ കൊണ്ടുവന്ന ഭക്ഷണത്തിന് അതിൻ്റെതായ കംപ്ലൈൻറ്റ് അവർ തന്നെ പറഞ്ഞു, വോളണ്ടിയേഴ്സ് പറഞ്ഞു, ബ്രെഡും പാലും ഈ പറഞ്ഞ പട്ടാളക്കാർ വരെ അതിനുള്ള കംപ്ലൈൻറ്റ് അവർ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചിലവെന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി രൂപയ്ക്കാണ് അവർ ദുരിതാശ്വാസ ക്യാമ്പ് നമുക്കൊരു 5-6 ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. സോ ആ ക്യാമ്പുകളിലേക്കുള്ള ജനറേറ്റർ ഇപ്പം നമുക്കറിയാം, ജനറേറ്റേഴ്സൊക്കെ നമുക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒരുമിച്ച് റെൻ്റ് എടുത്താൽ നമുക്കറിയാം കുറച്ച് എമൗണ്ടിൽ നമുക്ക് കിട്ടും. അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് നമ്മുടെ കെൽട്രോണിൽ ജനറേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ജനറേറ്റർ അവർക്ക് കൊടുക്കാൻ പറ്റും, അവരുടെ നിന്ന് എടുക്കാൻ പറ്റും റെൻ്റായിട്ട്. അപ്പോൾ സർക്കാരിന് കുറച്ചുകൂടെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും. സോ ഇങ്ങനെയുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ അവരുടെ കയ്യിലുണ്ടായിട്ട് പോലും അവർ ഏത് ജനറേറ്ററാണ് 7 കോടി രൂപയ്ക്ക് ചിലവാക്കി അവിടെ കൊണ്ടുവച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ അതും ഈ പറഞ്ഞ അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതുപോലെ തന്നെ ക്യാമ്പിലെ ഭക്ഷണം 8 കോടി രൂപ, അതായത് നമ്മുടെ വോളണ്ടിയേഴ്സിന് 10 കോടി കൂടാതെ ക്യാമ്പിലേക്കുള്ള ഭക്ഷണം 8 കോടി രൂപയാണ് ഇപ്പം നമ്മൾ സർക്കാർ ചിലവാക്കി സർക്കാർ പറയുന്നത്. ക്യാമ്പിലെ ഭക്ഷണത്തിനൊക്കെ അത്രമാത്രം പരാതികളും എല്ലാം നമ്മൾ കേട്ടതാണ് വാർത്തകളിലൂടെ. സോ അവർ എന്താണ് 8 കോടി വോളണ്ടിയേഴ്സിന് കൊടുത്തതിനേക്കാളും കുറവായിട്ടാണ് ക്യാമ്പിൽ കൊടുത്തെങ്കിൽ പോലും ക്യാമ്പിലെ ആൾക്കാരുടെ ഭക്ഷണ സംഭവം നമുക്കറിയാവുന്നതാണ്. അവരൊരു ദുരന്തമുഖത്ത് നിന്ന് വന്നപ്പോൾ അവർ അത്രത്തോളം ഭക്ഷണങ്ങളൊന്നും കഴിച്ചിരുന്നില്ല. കൂടാതെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഭക്ഷണങ്ങൾക്കെല്ലാം 7 കോടി രൂപ നൽകി എന്ന് പറയുന്നതിൽ എനിക്ക് 8 കോടി രൂപ എനിക്കൊരു അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ക്യാമ്പിലേക്കുള്ള വസ്ത്രങ്ങൾ, ഇതിലാണ് എനിക്ക് മെയിൻ പോയിന്റ് പറയാനുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ദുരന്ത സമയത്ത് നമ്മൾ കണ്ടായിരുന്നു ഒരുപാട് പേര് ഭക്ഷണമായാലും വസ്ത്രങ്ങളായാലും ഈ പറഞ്ഞ മറ്റ് സാധനങ്ങളായാലും കൊണ്ടുകൊടുത്തു. ഒരു വീഡിയോയിൽ ഒരു ചേട്ടൻ കടയിലെ ഓണത്തിന് മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ആ കട കാലിയാക്കി തന്നെ വസ്ത്രങ്ങളെല്ലാം കൊടുത്തു വിടുന്നത് നമ്മൾ കണ്ടു. ഇതുപോലെ 100 കണക്കിന് വസ്ത്രങ്ങളും സാധനങ്ങളും എത്തിയ സമയത്ത് ആ ദുരന്തമുഖത്തുണ്ടായിരുന്ന കളക്ടർ, നമ്മുടെ വയനാട് കളക്ടർ പറഞ്ഞൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ഇനി സാധനങ്ങൾ കൊടുത്തു വിടരുത്, ഇവിടെ ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ അധികമായിട്ട് വന്നിരിക്കുന്നു, ഇവിടെ സാധനങ്ങൾ ഇനി വേണ്ട, നിങ്ങൾ ദയവ് ചെയ്ത് ഇനി ആരും ഒന്നും കൊണ്ടുവരരുത് എന്ന് റിക്വസ്റ്റ് ചെയ്ത ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. ആ ഇടത്താണ് സർക്കാർ ഇതുപോലെ ഇത്രയും കോടികൾ മുടക്കി വസ്ത്രങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത്. 11 കോടി രൂപയാണ് വസ്ത്രങ്ങൾക്കായി ചിലവാക്കിയെന്ന് സർക്കാർ പറയുന്നത്. സോ സർക്കാർ അത് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ സർക്കാരിനോട് പറയുന്നു അതിൻ്റെയും വിശദമായ കണക്ക് നിങ്ങൾ പുറത്തുവിടേണ്ടതാണ്. അതുപോലെ ബെയിലി പാലത്തിന് 1 കോടി രൂപയാണ് സർക്കാർ ചിലവാക്കിയെന്ന് പറയുന്നത്. ബെയിലി പാലത്തിൻ്റെ കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഏനാത്ത് ഒരു ബെയിലി പാലം ഇതുപോലെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പട്ടാളം വന്നപ്പോൾ അവരെടുത്ത് നമ്മളതിൻ്റെ ഉണ്ടായിരുന്നു. അന്ന് സമയത്ത് അവിടെ പട്ടാളക്കാരൊക്കെ തന്നെ പറഞ്ഞു, ഇത് കേന്ദ്രത്തിൻ്റെ ഒരു പട്ടാളത്തിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതിൻ്റെ പേയ്മെൻറ്റ് ഇനി പിന്നെ സർക്കാർ കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലാണെങ്കിൽ പോലും, കാര്യം ഇതിൻ്റെ A to Z സാധനങ്ങൾ കൊണ്ടുവരുന്നത് പട്ടാളക്കാരാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പട്ടാളക്കാരാണ്, കഴിയുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകുന്നതും പട്ടാളക്കാരാണ്. സോ അവരൊരു ബില്ലോ കാര്യങ്ങളോ കൊടുത്തിട്ട് ഇതിൻ്റെ പൈസ പട്ടാളത്തിലേക്ക് അടയ്ക്കുകയാണോ അതോ വേറെ വല്ലതാണോ എന്ന് നമുക്കറിയില്ല. കാര്യം ഈ പൈസ 1 കോടി രൂപ ഇവരെന്തിന് ആർക്ക് കൊടുത്തു, അതിപ്പോൾ കേന്ദ്രത്തിന് കൊടുത്തതാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ പട്ടാളത്തിന് കൊടുത്താണെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ 1 കോടി രൂപ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിന് എന്തിൻ്റെ ആവശ്യത്തിന് ചെലവഴിച്ചു എന്ന് സർക്കാർ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, സോ ഈ കണക്കുകളെല്ലാം നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കണക്കുകളിലൊക്കെ എന്തൊക്കെയോ അപാകതകളുണ്ടെന്നില്ലേ. കാര്യം എന്തുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വിശദീകരണം ഇല്ലാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് സർക്കാർ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ദുരന്തമുഖത്തിലേക്ക് നിങ്ങൾ ചെലവഴിച്ച പൈസ എല്ലാം നമ്മൾ വിശ്വസിക്കാം. നിങ്ങൾ ഓരോ ദിവസവും ഇന്ന ദിവസം ഇത്ര രൂപ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ്, എക്സാമ്പിൾ ഇപ്പം റെയിൻകോട്ടിൻ്റെ കേസാണ്, റെയിൻകോട്ടിന് ഇത്ര രൂപ ഇത്ര പേർ കൊടുത്തു, ഇന്ന ദിവസം ഇത്ര പേർ കൊടുത്തു, ഇന്ന ദിവസം. സോ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കേസാണ്, ഇന്ന ഭക്ഷണങ്ങൾ, ചുമ്മാ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് ഇന്നത്തെ ദിവസം ചോറ് കറി, മട്ടൻ കറി, ബീഫ് ബിരിയാണി, മറ്റേത് മറിച്ച് എല്ലാത്തിൻ്റെയും കണക്ക് കൃത്യമായിട്ട് നിങ്ങൾ തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയൊരു ദുരന്തം വരുമ്പോൾ ഇപ്പോൾ ഈ മടിച്ചു നിൽക്കുന്ന കേരള സമൂഹം ഇനി നാളെ ഒരു സമയത്ത് ഇതുപോലെ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ അന്ന് അവർ വീണ്ടും ഒന്ന് മനസ്സിലാക്കും ഇനി ഇതിലേക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദുരിതാശ്വാസ നിധിയാണെങ്കിലും സർക്കാരിനെയാണെങ്കിലും നിങ്ങളെ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടി ഈ കണക്കിൻ്റെ പൂർണ്ണ വിവരം നിങ്ങൾ പുറത്തുവിടേണ്ടതാണ്. നാളെയും ഇതുപോലൊരു പൈസ, ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലാതെ സഹായത്തിനും അവരെടുക്കാൻ ആലോചിക്കുമ്പോൾ ഈ കണക്കുകൾ അവരെ മടിപിടിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
Okay, then goodbye.